വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വബഅദ്. ജൗവിദിൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന അക്ഷരം ദാലാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സ എന്ന അക്ഷരം പഠിച്ചു. ഇന്ന് നമ്മൾ ദാൽ എന്ന അക്ഷരമാണ് പഠിക്കുന്നത്. അപ്പോൾ ദാൽ എന്ന അക്ഷരം സ എന്ന അക്ഷരത്തിനെ പോലെ തന്നെ നമ്മുടെ നാവിൻ്റെ അറ്റവും അതുപോലെ തന്നെ മേലെ മുൻപല്ലുകളുടെ താഴ്ഭാഗവും ചേർത്ത് കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലുകളുടെ താഴ്ഭാഗവും ചേർത്ത് കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ഉദാഹരണത്തിന് ദ, വി, ദു, അദ്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഉദാഹരണ സഹിതം പഠിക്കാം. സൂറത്തുൽ മാഊനാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്ത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക അല്ലദീ യദുഉൽ യതീം ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ആദ്യം ഓതിയത് അറഅയ്ത അല്ലദീ, നമ്മുടെ നാവിൻ്റെ അറ്റവും അതുപോലെ തന്നെ മേലെ മുൻപല്ലുകളുടെ താഴ്ഭാഗവും ചേർത്ത് കൊണ്ടാണ്. നമ്മുടെ നാവ് പുറത്ത് വരാൻ ശ്രദ്ധിക്കണം. അറഅയ്ത അല്ലദീ, അത് ദാലിനെ പോലെയാകരുത്. ദാല് നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ നാവ് പുറത്ത് വരുന്നില്ല. പക്ഷേ ദാൽ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ നാവ് പുറത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ യുകദ്ദിബു, അതുപോലെ ഫദാലിക, അതുപോലെ തന്നെ അല്ലദീന, ഈ രൂപത്തിൽ ഉച്ചരിക്കുവാൻ ശ്രദ്ധിക്കുക.